So in this video we'll start the fourth module. It is completely different from what we have studied till now. ഇതുവരെ മെഷീൻ ടൂൾസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിരുന്ന ഫസ്റ്റ് 3 മോഡ്യൂൾസ്. ദ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മോഡ്യൂൾ വന്നിട്ട് മെട്രോളജിയാണ്. മെട്രോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെഷർമെൻറ്റ്സ്. ഓക്കെ, വിൽ സി വാട്ട് ഇറ്റ് ഈസ്. So what is metrology? Metrology literally means science of measurements. And the word metrology is derived from the Greek word metrologia, which means measure. Metrology is concerned with the establishment of units of measurements and their standards, establishment of methods of measurement, and different kinds of measuring instruments. സോ എന്ത് യൂണിറ്റ്സ് ആണ് മെഷർ ചെയ്യുന്നത്? നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്ന സാധാരണ എന്തെങ്കിലും മെഷർ ചെയ്യുമ്പോൾ അതിനൊരു യൂണിറ്റ് ഉണ്ടാവും അല്ലേ? സോ യൂണിറ്റ്സ് എന്താണെന്നും അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നും പറയും. അതേപോലെ തന്നെ മെത്തേഡ്സ്, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്തെങ്കിലും ഒരു സാധനം മെഷർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ലിറ്ററലി ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വാണ്ടിറ്റി എന്തായിരിക്കും എന്നത് പറയണം. പിന്നെ അതേപോലെ പറയാം മെട്രോളജി അത് നമുക്ക് പറഞ്ഞു തരും. ആൻഡ് ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അതിൻ്റെ സ്റ്റഡിയും കൂടിയാണ് മെട്രോളജി. സോ ഇൻ ദ ബ്രോഡർ സെൻസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ടു ഇൻസ്പെക്ഷൻ ഓഫ് finished components with the help of standard measuring tools and gauges. So importance of metrology എന്തൊക്കെയാണ്? To achieve the quality control in production, to achieve up-to-date production knowledge of the measurement required, to reduce the rejection rate with the help of quality control. റിജക്ഷൻ റേറ്റ്, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു എന്തെങ്കിലും പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് അതിനെ മെഷർ ചെയ്ത് ക്വാളിറ്റി ആയിട്ട് നമ്മൾ പുറത്തിറക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി റിജക്റ്റഡ് സൂൺ. സോ റിജക്ഷൻ റേറ്റ് കുറയ്ക്കാൻ മെട്രോളജി സഹായിക്കും. ആൻഡ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ കറക്റ്റായിട്ട് ഓരോ സ്റ്റേജിലും മെഷർ ചെയ്ത് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? യു വിൽ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. And to develop the inspection procedure, so inspection can be done easily. Then to calibrate the measuring instruments time to time. The concept of measurement endana? What is measurement? We are talking about measurement a lot, isn't it? So measurement endana? It is a comparison of a given unknown quantity with one of its predetermined standard values adopted as a unit. ഓക്കെ, ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്കെയിലുണ്ട്, നമ്മൾക്ക് സ്കെയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലീനിയർ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കെയിൽ നമ്മൾ എന്തിനെങ്കിലും മെഷർ ചെയ്യുമ്പോൾ ഇത്ര ലെങ്ത്ത്, ഇത്ര മീറ്റർ, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ, ഇത്രയും സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പം വി ആർ കമ്പയറിങ് ഇറ്റ് വിത്ത് എ സ്കെയിൽ. നമ്മുടെ അടുത്ത് ഒരു സ്കെയിൽ ഉണ്ടാവും, ഒരു എന്താ ലീനിയർ വുഡൻ സ്കെയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റൂളോ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, ഇത് എത്രയാണ് ലെങ്ത്ത്, നമുക്ക് കിട്ടിയ ലെങ്ത്ത് ഇതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അത് എത്രയാണെന്ന് നമ്മൾ എന്താ പറയുക മെഷർ ചെയ്യും. ഓക്കെ, അതിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, it is a comparison of a given unknown quantity with one of its predetermined standard values adopted as a unit. So the scale is adopted as a unit. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉള്ള ഒരു ലെങ്ത്ത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അത് ഇത്ര സെൻറ്റിമീറ്ററാണ് അല്ലെങ്കിൽ ഇത്ര മില്ലിമീറ്ററാണ്, ഇത്ര മീറ്ററാണ് എന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് മെഷർമെൻറ്റ്. Then the 3 basic elements of measurement which are of significance are the following. What? Measurand. Measurand is the physical quantity such as length, weight and angle to be measured. എന്താണ് measurand? നമ്മൾ physical quantity എന്താണ്? That is the first component. And the second component is the comparator. ഇത് വെച്ചിട്ടാണ് physical standard that has to be taken for comparison of the മെഷറൻറ്റിനെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അതാണ് the second component. The third component is the reference, the physical quantity or property to which the quantitative comparisons are to be made
വിച്ച് ആർ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്. സോ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ഈവൻ എന്താ പറയുക, നമ്മുടെ കൈപ്പത്തി വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാറില്ലേ, അതേപോലെ ഫുട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദം വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. ബട്ട് ദിസ് ഈസ് ഓൾ നോട്ട് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡും കൂടി ഇൻവോൾവ് ആവുന്നതാണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. സോ it is this is the figure. So there will be a comparator, and to the comparator a reference will be given. Itra reference itra mm aanu, itra 10 divisions of mm is equal to 1 centimeter. അങ്ങനെ ഇത്ര mm എത്രയാണെന്നുള്ളത് നമ്മൾ ഒരു റെഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റെഫറൻസ് വെച്ചിട്ടാണ് the measurement is given into the comparator, and we will get the measured quantity. Okay, now these are the terminologies in measurements. Range is the minimum value and maximum value of a quantity for which an instrument is designed to measure. So ഒരു റേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു വുഡൻ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റീൽ റൂൾ എടുക്കുകയാണെങ്കിൽ 30 mm സ്റ്റീൽ റൂൾ ആയിരിക്കും, 30 സെൻറ്റിമീറ്റർ സ്റ്റീൽ റൂൾ ആയിരിക്കും, അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ സ്റ്റീൽ റൂൾ ആയിരിക്കും. സോ ദിസ് ഇസ് ദ റേഞ്ച്. 0 to 15 centimeter you can measure in that is the range. Okay, for example, you can see a load cell may have the range from 10 kilonewtons to 100 kilonewtons. അത്രയും ആണ് അതിൻ്റെ range. Okay, then the span is the difference between maximum value and minimum value of the quantity to be measured. So span is equal to maximum value of the input minus minimum value of the input. You can see the example there. Then error, the deviation of the true value of the desired value is called error. എത്രയാണ് ഡീവിയേറ്റ് ആയിട്ടുള്ളത്, കറക്റ്റ് വാല്യൂവിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എത്രയാണ് ഡീവിയേറ്റ് ആയിട്ടുള്ളത്, അതിനെയാണ് എറർ എന്ന് പറയുന്നത്. സോ എറർ പല രൂപത്തിലും ഉണ്ടാവാം. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നെ കാണും. Then accuracy may be defined as the ability of an instrument to respond to a true value of a measured variable under the reference conditions. So you know what accuracy is. Accuracy, precision ഒക്കെ നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട് പറയുന്നുണ്ട്. accuracy, precision, sensitivity ഇതൊക്കെ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, then scale interval. Scale, you know what a scale interval is. It is a difference between two successive scale marks in units of the measured quantity. ഓക്കെ, രണ്ട് സ്കെയിൽ മാർക്സിൻ്റെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ സ്കെയിൽ ആണ്. സോ എന്താണ്, അത് ഒരു സ്കെയിൽ ഇൻ്റർവെല്ലാണ്. അപ്പം ഒരു നമ്മൾ സെൻറ്റിമീറ്റർ സ്കെയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻറ്റിമീറ്റർ ഇസ് ദ യൂണിറ്റ് സ്കെയിൽ ഇൻ്റർവെൽ ഓഫ് ദ സ്കെയിൽ. അപ്പോൾ അതാണ് സ്കെയിൽ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്റെറിസിസ് defines the difference in the output of a given input when this value approached from the opposite direction. This phenomenon occurs in any mechanical, electrical, physical and chemical processes. Okay, then threshold, resolution, you can just read this. Then what are the elements of metrology or the measuring instruments? These are the elements of metrology. Standard is a physical representation of a unit of measurement. Okay, see, these are the elements. Standard under workpiece, under instruments, persons, environment. ഇത്രയാണ് മെട്രോളജീൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. യു ക്യാൻ ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഇസ് സ്പെൽഡ്. SWIPE, സ്വൈപ്പ് എന്ന് നമ്മൾ അക്രോണിയം വെച്ചിട്ട് വിളിക്കാൻ പറ്റും. സ്വൈപ്പ് ഇസ് ദ എലിമെൻറ്റ്സ്, ആർ ദി എലിമെൻറ്റ്സ് ഓഫ് മെട്രോളജി or elements of measuring system. So first is the standard. Standard എന്ന് പറഞ്ഞാൽ എന്താ? Standard is a physical representation of a unit of measurement. As I told you before, standard എന്ന് പറഞ്ഞാൽ it is a known accurate measure of a physical quantity that is to be compared with. Okay, എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു മെഷറുണ്ട്, നമ്മളെടുത്ത് എത്രയാണ് എന്ന് ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ വി നീഡ് എ സ്റ്റാൻഡേർഡ്, ആൻഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എലിമെൻറ്റ് ഓഫ് മെട്രോളജി. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് ദ വർക്ക് പീസ്.
is depending on the measuring task, the geometry of the workpiece and the accessibility of the measuring point, different probe systems can be used. For example, probes made of diamond for the measurement of roughness, ruby balls for the measurement. So എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന സാധനമല്ല, നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം, അതിനെയാണ് വർക്ക് പീസ് എന്ന് പറയുന്നത്. സോ വർക്ക് പീസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് തിങ്സ് ലൈക്ക് probes or whatever scales or something like that. Then the third one is the instruments. Instrument is a device which with the help of which the measurement can be done. So ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഗേജ്, അതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. Then the person is also important element of a measuring system. So ഒരു person must be there. എന്തായാലും മെഷർ ചെയ്യുമ്പം അത് റീഡ് ചെയ്യാനോ അത് എടുക്കാനോ എന്തായാലും ഒരു പേഴ്സൺ ഇൻവോൾവ് ആണ്. സോ ഒരു പേഴ്സൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇറ്റ് ഈസ് much large. Okay, so there must be a person or mechanism to carry out the measurement. Modern gauges are increasingly easy to use, but the failure of adequate training and the operating personnel will still ensure a poor performance. Also, machine operator must assume the responsibility of maintaining the instruments. So ഒരു ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ആൾ വേണം. അതെങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് അയാൾക്ക് അറിഞ്ഞിരിക്കണം. ഹി ഹാസ് ടു ബി സ്കിൽഡ് ആൻഡ് ഓൾസോ ഹി ഹാസ് ടു മെയിൻറ്റെയിൻ ഇറ്റ് ഫ്രം ടൈം ടു ടൈം. എപ്പോഴും അതിൻ്റെ മെയിൻറ്റെയിനബിലിറ്റി ആ പേഴ്സൺ അസ്യൂം ചെയ്യണം, ആ റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യണം. ഓക്കെ, എപ്പോഴും അത് കറക്റ്റാക്കി കൊണ്ട് നടക്കണം. Then environment, the measurement should be performed under the standard environment temperature. സ്റ്റാൻഡേർഡ് എൻവയൺമെൻറ്റ്, ഒരു എൻവയൺമെൻറ്റ് അതിന് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കണം. എപ്പോൾ മെഷർ ചെയ്യാലും അതിന് തക്കതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതായത് ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡേർട്ട്, ഹ്യൂമിഡിറ്റി ആൻഡ് വൈബ്രേഷൻസ് ആർ ദ 4 ഇമ്പോർട്ടൻറ്റ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ മെഷർമെൻറ്റ്. സോ ഒരു ടെമ്പറേച്ചറിൽ എടുക്കുന്ന മെഷർമെൻറ്റ് ആയിരിക്കില്ല വേറെ ടെമ്പറേച്ചറിൽ ഫോർ ദ സെയിം കോമ്പനൻറ്റ് എടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. സോ അങ്ങനെ വേരിയേഷൻ വന്നേക്കാം. ഇറ്റ് മേ ബി ഡ്യൂ ടു ദ എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻ, അതുപോലെ ഫാക്ടേഴ്സ് ആവാം, അതേപോലെ എറേഴ്സ് ആവാം, അങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ടാവും. സോ ദീസ് ആർ ദ 5 എലിമെൻറ്റ്സ് ഓഫ് മെഷറിംഗ് സിസ്റ്റംസ്. Just a second. Now accuracy and precision. What is accuracy? Accuracy is the degree of agreement of the measured dimension with its true magnitude. Okay, degree of agreement of the measured dimension to its true magnitude. കറക്റ്റ് മെഷർമെൻറ്റിന് എത്ര കണ്ട് അടുത്തായിട്ടാണ് നമ്മൾ മെഷർ ചെയ്ത ക്വാണ്ടിറ്റി വരുന്നത്, അതിനെയാണ് അക്യുറസി എന്ന് പറയുന്നത്. Okay, it can also be defined as a maximum amount by which the result differs from the true value, or as the nearness of the measured value to its true value, often expressed as a percentage. So ഇത്ര പെർസെൻറ്റേജ് ആക്യുറേറ്റ് ആണ്, ഇത്ര പെർസെൻറ്റേജ് ആക്യുറേറ്റ് അല്ല, അങ്ങനെ നമ്മൾ ആക്യുറസി മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആയിരിക്കും. സോ എത്ര കണ്ട് ട്രൂ വാല്യൂവിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മെഷേർഡ് വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആക്യുറസി. ഓക്കെ, ദെൻ യു ഹാവ് അനദർ ടേം ആസ് precision. What is precision? Precision is the degree of repetitiveness of the measuring process. It is the degree of agreement of the repeated measurements of a quantity made by using the same method under similar conditions. So same method use ചെയ്തിട്ട് വേറെ വേറെ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ സെയിം എൻവയൺമെൻറ്റൽ കണ്ടീഷൻസും സെയിം ഇൻസ്ട്രുമെൻറ്റും സെയിം പേഴ്സണും ഒരേ പോലെ കുറേ മെഷർമെൻറ്റ്സ് ഒരേ സാധനത്തിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഓരോ ക്വാണ്ടിറ്റിയും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാം വേറെ വേറെ ആയിരിക്കും. സോ ഈ വേറെ വേറെ ആയിരിക്കുന്നത് എല്ലാം എത്ര കണ്ട് സെയിം ആണ്, ദാറ്റ് ഈസ് പ്രെസിഷൻ. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് നിയർനെസ്. ഓക്കെ,
Then in other words, precision is the repeatability of the measuring process. സോ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് നമ്മൾ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര പ്രാവശ്യം അതേ വാല്യൂ കിട്ടിയോ, ദാറ്റ് ഇസ് precision. The ability of the measuring instrument to repeat the same results during the act of measurements for the same quantity is known as repeatability. So repeatability ഉണ്ടെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റിന് repeatability ഉണ്ട്, then we will have precision in the measurements. So what is sensitivity? Sensitivity of an instrument is defined as the ratio of magnitude of output signal to the magnitude of input signal. It denotes the smallest change in the measured variable to which the instrument responds. Or instrument എന്താ പറയുക, മെഷർ ചെയ്യാൻ എടുക്കുമ്പോൾ ഇറ്റ് ഇസ് സ്മോളസ്റ്റ് വേരിയബിൾ. സോ നമുക്ക് ഇപ്പോൾ ഒരു സ്കെയിലാണ് എടുക്കുന്നതെങ്കിൽ ദ സ്മോളസ്റ്റ് വേരിയബിൾ സെൻസിറ്റിവിറ്റി വിൽ ബി വെർനിയർ അല്ല, ഞാൻ നോർമൽ സ്കെയിലാണ് പറയുന്നത്. നോർമൽ സ്കെയിൽ ഇറ്റ് ഈസ് 1 mm. ദാറ്റ് ഈസ് എ സെൻസിറ്റിവിറ്റി. സോ ഐ മീൻ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. ലൈക്ക് വെർനിയർ എടുക്കുമ്പോൾ ദാറ്റ് സ്കെയിൽ ഹാസ് മോർ സെൻസിറ്റീവ്, ദാറ്റ് ഈസ് മോർ സെൻസിറ്റീവ്, ഇസൻറ്റ് ഇറ്റ്? 0.02 വരെ നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് സെൻസിറ്റിവിറ്റി. So sensitivity is the output by input, maximum minus minimum value to the full range. Now, difference between precision and accuracy. Now we can see the figure there which clearly depicts the difference between precision and accuracy. Suppose you are taking measurements. ഒരേ ഇൻസ്ട്രുമെൻറ്റ്, ഒരേ ആൾ, ഒരേ മെഷർമെൻറ്റ് കുറേ പ്രാവശ്യം എടുക്കുകയാണ്. 5-6 പ്രാവശ്യം, 6-7 പ്രാവശ്യം എടുക്കുകയാണ്. ഓക്കെ, സോ ഈ 7 പ്രാവശ്യം എടുക്കുമ്പോഴും ഈ 4 കേസസിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് പ്രസിഷൻ എന്നും എന്താണ് ആക്യുറസി എന്നും. ഇത് ഫസ്റ്റ് കേസ്, ഈ ഫിഗർ എ നോക്കൂ. ആ ഫിഗർ എയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ മെഷർ ചെയ്ത വാല്യൂസ് എല്ലാം ഒരേ സ്ഥലത്താണ് ഉള്ളത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, സെൻറ്ററാണ് നമ്മുടെ ആക്ച്വൽ മെഷർമെൻറ്റ് വരേണ്ടത്. പക്ഷേ സെൻറ്ററിലല്ല, പുറത്താണ് ഇരിക്കുന്നത്. ആ പുറത്തുള്ളത് അടുത്തടുത്ത് തന്നെയാണ്, ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന എന്താ, ഇറ്റ് ഈസ് മോർ പ്രിസൈസ്. ഇറ്റ് ഈസ് വെരി മച്ച് പ്രിസൈസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആക്യുറേറ്റ്. സോ ആക്യുറസി ഈസ് മിസ്സിങ്, ബട്ട് പ്രിസിഷൻ ഈസ് ദെയർ ഫോർ ദ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ വരുന്നത് എന്താണ്? സെക്കൻഡ് കേസിൽ യു ഹാവ് ദീസ് ഡാട്ട്സ്, ആ മെഷേർഡ് വാല്യൂസ് എല്ലാം ആക്യുറേസീൻ്റെ അടുത്തായിട്ട് വരും. നമ്മൾ മെയിൻ ട്രൂ വാല്യൂവിൻ്റെ അടുത്ത് തന്നെയായിട്ട് വരുന്നുണ്ട്. പക്ഷേ എല്ലാം നല്ല സ്കാറ്റേർഡാണ്, ഒരേപോലെ അല്ല വരുന്നത്. ഒക്കെ വേറെ വേറെയാണ്, പ്ലസ്സും മൈനസും ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂവിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ആക്യുറേറ്റ് ബട്ട് നോട്ട് പ്രിസൈസ്. ആക്യുറസി ഉണ്ട്, പക്ഷേ precision ഇല്ല. ഇറ്റ്സ് ആക്യുറേറ്റ് ബട്ട് നോട്ട് പ്രിസൈസ്. ദെൻ യു ഹാവ് ദ തേർഡ് വൺ. The third case, it explains that the values measured are both accurate and precise. എല്ലാം സെൻട്രൽ തന്നെയാണ് ഒതുങ്ങിയിരിക്കുന്നത്. സോ they are both accurate and precise. And the fourth case, as you can see, they are neither accurate nor precise. ഒക്കെ സെൻട്രലും അല്ല, അതേപോലെ ഒക്കെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുവാണ്. സോ ദാറ്റ് ഈസ് മോർ not accurate and not precise. Okay, so normally in any set of measurements performed by the same instrument on the same component, individual measurements are distributed. Okay, so e distribution around the mean value, and precision is the agreement of these values with each other. Okay, so scatter ചെയ്യുന്ന values ഒക്കെ സെയിം ആണെങ്കിൽ it is called precision. Okay, the difference between the true value and the mean value of the set of readings on the same component is termed as an error. സോ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ പ്രാവശ്യം പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് അത് മെഷർ ചെയ്യുമ്പം പ്രിസൈസ് ആയിട്ടാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് എങ്കിൽ ട്രൂ വാല്യൂ ആയിട്ട് എത്രയാണ് ഡിഫറൻസ് വരുന്നത്, ദാറ്റ് ഡിഫറൻസ് ഇസ് കോൾഡ് എറർ. ഓക്കെ, now the difference between the accuracy and precision, you can see accuracy is a measure of rightness, precision is the measure of exactness. Okay,
ഇത് എത്രയാണ് കറക്റ്റ് എന്നാണ് ആക്യുറസി പറയുന്നത്. പക്ഷേ പ്രെസിഷൻ എത്ര എക്സാക്റ്റ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ഓരോന്ന് വരികയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് പ്രിസൈസ്, നമ്മൾ എന്തൊക്കെയോ തെറ്റാണ് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും സെയിം ആണ് വരുന്നതെങ്കിൽ ഇറ്റ്സ് പ്രിസൈസ്, കറക്റ്റാണ് ചെയ്യുന്നത്. പക്ഷേ ആക്യുറേറ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എക്സാക്റ്റ്. ഓക്കെ, then accuracy refers to how closely a measured value agrees with the correct value. Precision refers to how closely individual measurements agree with each other. Accuracy relates to the quality of a result, which relates to the quality of the operation by which the result is obtained. Precision relates to the quality of the result by which a result is obtained. Okay, these are the difference between accuracy and precision. Accuracy and cost. So accuracy കോസ്റ്റുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി ഒബ്സർവ് ഫ്രം ദ ഫിഗർ. ആക്യുറസിയും കോസ്റ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു കേർവ് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം. ഇഫ് ദ ടോളറൻസ് ഓഫ് എ കോമ്പണൻറ്റ് ഇസ് ടു ബി മെഷേർഡ്, ദെൻ ദ ആക്യുറസി റിക്വയർമെൻറ്റ് വിൽ നോർമലി ബി 10% ഓഫ് ദ ടോളറൻസ് വാല്യൂസ്. ഓക്കെ, സാധാരണ ഒരു ആക്യുറേറ്റ് ആണെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരിക്കലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മെഷർ ചെയ്യുമ്പോഴായാലും വി വിൽ നോട്ട് ഗെറ്റ് എ കറക്റ്റ് വാല്യൂ. 50 mm ഡയമീറ്റർ ഷാഫ്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ 50 mm ഡയമീറ്റർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമോ? ഒരിക്കലുമില്ല. നമുക്ക് എപ്പം ഈവൻ ഉണ്ടാക്കുന്ന സമയത്തും മാറ്റം വരാം, അതേപോലെ മെഷർ ചെയ്യുന്ന സമയത്തും മാറ്റം വരാം. സോ ഇതിന് നമുക്ക് എക്സാക്ട്നെസ്, റിപ്പീറ്റബിലിറ്റി കിട്ടണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി വിൽ ഹാവ് ടു ഗിവ് എ ടോളറൻസ് ലിമിറ്റ്. അപ്പോൾ ഇത്ര ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ 50 mm ആണെങ്കിൽ 50 mm എന്ന് എത്ര കണ്ട് ഡീവിയേറ്റ് ആവാം എന്ന് നമ്മളൊരു വാല്യൂ കൊടുക്കും. അതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടോളറൻസ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. എക്സാക്റ്റ് ടോളറൻസ് കൊടുത്താൽ എന്താ ഉണ്ടാവുക? അതായത് 50 mm ആണെങ്കിൽ +1 mm അല്ലെ +1 mm -1 mm. ഈ 1 mm വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും അത്രയും ഇൻ്റർചേഞ്ചബിലിറ്റി അതിൽ വേണം. അത്രയും എന്താ പറയുക, അക്യുറേറ്റ് ആയിട്ട് തന്നെ അത് ആ ഷാഫ്റ്റ് വേണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിലും കൂടുതൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ കൊടുക്കണം. കാരണം അക്യുറസി നമുക്ക് മെഷർ ചെയ്യാനും ഒക്കെ ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവാണ്. സോ demanding high accuracy unless it is absolutely required is not viable, as it increases the cost of measuring equipment and hence the inspection cost. So it will increase the cost of measurement as well as inspection. So that is why we will need to give the accuracy only to a certain limit. Accuracy തീരല്ലാതായാലോ ആ പ്രോഡക്റ്റ് ഫെയിലാവും. എന്താ പറയുക, പ്രോഡക്റ്റ് ഫെയിൽ ആവുക എന്ന് വെച്ചാൽ ഇറ്റ് വിൽ അഗെയിൻ കോസ്റ്റ് മോർ. സോ ഓൾവേസ് കോസ്റ്റ് ആക്യുറസി സംബന്ധിച്ച് കോസ്റ്റിനെ എപ്പോഴും മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ ആക്യുറസി ഡിസൈഡ് ചെയ്യാൻ. സോ ഇത്ര കണ്ട് ആക്യുറേറ്റ് ആണ്, കറക്റ്റായിട്ട് ആക്യുറസി വേണം, അത്ര തന്നെ വേണം, പ്രിസൈസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ കറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നോർമലി 10% ഒക്കെ വരെ പോവാം, അതിലും കുറവ് കൊടുക്കാറില്ല. അതിലും കൊടുത്താൽ അത് അത്ര കണ്ട് കോസ്റ്റ്ലി അഫെയർ ആയിരിക്കണം. ഓക്കെ, then effects of elements of metrology and precision and accuracy. Factors affecting standard of measurement. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സ്റ്റാൻഡേർഡ്. സോ എലിമെൻറ്റ്സ് ഓഫ് മെട്രോളജി എന്ന് പറയുന്നത് സ്വൈപ്പ്, സ്റ്റാൻഡേർഡ്, വർക്ക് പീസ്, ഇൻസ്ട്രുമെൻറ്റ്, പേഴ്സൺ ആൻഡ് എൻവയൺമെൻറ്റ്. സോ ഈ എലിമെൻറ്റ്സ് പ്രസിഷനെ ആക്യുറസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റത്തെ എലിമെൻറ്റ് സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? കോഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എഫക്റ്റ് ചെയ്യും. സോ സ്റ്റാൻഡേർഡിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദ പ്രിസിഷൻ ആൻഡ് ആക്യുറസി. ദെൻ elastic properties of a material, stability of time, calibration interval, geometric capability.
ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്ക് പീസ് ടു ബി മെഷർഡ്. വർക്ക് പീസ് എന്താണ്? കോഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ദി വർക്ക് പീസ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ, അറേഞ്ച്മെൻറ്റ് ഓഫ് വർക്ക് പീസ് സപ്പോർട്ട്, ഹിഡൻ ജോമെട്രി, ക്ലെൻലിനെസ്, adequate datum of the workpiece, thermal equalization. Then the next one is factors affecting the inherent characteristics of an instrument. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്താണ്? സ്കെയിൽ എറർ ഉണ്ടാവാം, അതേപോലെ റിപ്പീറ്റബിലിറ്റി ആൻഡ് റീഡബിലിറ്റിയിൽ എറർ ഉണ്ടാവാം, കാലിബ്രേഷൻ എറേഴ്സ് ഉണ്ടാവാം, എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ, ഹിസ്റ്ററിസിസ്, ഡ്രിഫ്റ്റ്, ബാക്ക്ലാഷ്, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മേലെ ഉണ്ടാവാം, വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് an error. Then inadequate amplification, then deformation and handling, constant geometry for both workpiece and standard. Workpiece and standard in geometry may not be the same, so that may affect the instrument, the characteristic of an instrument. And then mechanical parts, 3. Then next is factors affecting the person. Training, skill of a person who is carrying out the measurement. Then ability to select the measuring instrument and standard. Attitude towards personal accuracy and measurements. നമ്മൾ പേഴ്സണലായിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നുണ്ടോ, നമ്മൾ കറക്റ്റായിട്ടാണോ നോക്കുന്നത്, പാരലാക്സ് ഇല്ല, എറർ ഇല്ലാതെയാണോ നോക്കുന്നത്, നമ്മൾ കറക്റ്റ് ആംഗിളിൽ നിന്നാണോ നോക്കുന്നത്, അങ്ങനെയൊക്കെ പേഴ്സണൽ ആക്യുറസി മെഷർമെൻറ്റ്സിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് കറക്റ്റ് പ്രെസിഷനും ആക്യുറസിയും കിട്ടുള്ളൂ. സെൻസ് ഓഫ് പ്രെസിഷൻ അപ്രിസിയേഷൻ, യു ഹാവ് ടു ബി പ്രിസൈസ്. എത്ര പ്രാവശ്യം എടുത്താലും ഒരേപോലെ മെഷർമെൻറ്റ് ആൾക്ക് കിട്ടണം. Okay, then planning measurement techniques for minimum cost. Then the next one is factors affecting environment. Temperature, humidity, atmospheric pressure, etc. Clean surroundings and minimum vibration enhance precision. Adequate illumination, temperature equalization between standard workpiece and instrument. മൂന്നും ഈക്വൽ ആയിരിക്കണം. ടെമ്പറേച്ചർ എപ്പോഴും മൂന്നും, അതായത് സ്റ്റാൻഡേർഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഒരേപോലെ ആയിരിക്കണം. അല്ലാതെ വർക്ക് പീസ് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് എന്താ ചൂടായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഗിവ്സ് എ ഡിഫറൻസ്. ദെൻ തെർമൽ എക്സ്പാൻഷൻ എഫക്ട്സ് ഫ്രം ഹീറ്റിംഗ് എലിമെൻറ്റ്സ്. Calibration. What is calibration of measuring instruments? Calibration is the procedure used to establish a relationship between the values of the quantities indicated by the measuring instrument and the corresponding values realized by standards under specified conditions. So that is calibration. It's a procedure used to establish a relationship between the values of quantities indicated by the measuring instrument and the corresponding values realized by the standards. Okay, it refers to the process of establishing the characteristic relationship between the values of the physical quantities applied to the instrument and the corresponding positions of the index. അതായത് സെയിം സ്റ്റാൻഡേർഡിൽ മെഷർ ചെയ്യുന്ന ആ ക്വാണ്ടിറ്റിയും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റും കറക്റ്റായിരിക്കും, സെയിം ആണോ എന്നുള്ള ചെക്കിംഗ് ആണ് ഈ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്രിയേറ്റിംഗ് എ ചാർട്ട് ഓഫ് ക്വാണ്ടിറ്റീസ് ബീയിങ് മെഷേർഡ് വേഴ്സസ് റീഡിങ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് ഇപ്പോൾ നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്നത് സെയിം ക്വാണ്ടിറ്റി ആയിരിക്കില്ല, നമ്മൾ മെഷർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ആയിരിക്കില്ല. സോ ആംഗിളൊക്കെ ആണെങ്കിൽ വി വിൽ ബി മെഷറിങ് ദ ലെങ്ത്. സപ്പോസ് ലെങ്ത് ആയിരിക്കും മെഷർ ചെയ്യുന്നത്, പക്ഷേ സെയിം ആ ലെങ്ത്തിന് എത്ര ആംഗിളാണ് എന്നുള്ളത് ആയിരിക്കും നമ്മൾ ചിലപ്പം ചെക്ക് ചെയ്യുന്നത്. സോ അതുപോലെ ഒരു ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഇത്ര ആംഗിളിന് ഇത്ര മെഷർമെൻറ്റാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ആംഗിൾ ഇത്ര മെഷർമെൻറ്റാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ആംഗിൾ ഇത്ര. ദാറ്റ് വിൽ ബി എ ചാർട്ട്. സോ ഞാൻ ആംഗിൾ എന്നുള്ളത് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ ഇതിനെയാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. If the instrument has an arbitrary scale, the indication has to be multiplied by a factor to obtain the nominal value of the quantity measured, which is referred to as scale factor. Suppose an instrumental
ആർബിട്രറി സ്കെയിലാണ് കൊടുക്കുന്നതെങ്കിൽ, നോട്ട് എക്സാക്ട് സ്കെയിൽ, ദെൻ യു വിൽ ഹാവ് ടു ഗിവ് എ സ്കെയിൽ ഫാക്ടർ. ആ സ്കെയിൽ ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ കാലിബ്രേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ദ വാല്യൂ ഓഫ് ദ if the values of the variable involved remain constant while calibrating a given instrument, this type of calibration is known as static calibration, not time dependent. Time dependent അല്ലാത്തതിനെ സ്റ്റാറ്റിക് കാലിബ്രേഷൻ എന്ന് പറയും. ടൈം ഡിപ്പെൻഡൻറ്റ് ആയതിന് ഡൈനമിക് കാലിബ്രേഷൻ എന്ന് പറയും. The general calibration requirements of the measuring system are as follows: accepting calibration of the new system, ensuring traceability of standards for the unit of measurement under consideration, and carrying out calibration of measurement periodically depending on the usage or when it is used after storage. Okay, പീരിയോഡിക്കലായിട്ട് നമ്മൾ കാലിബ്രേറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എ ജനറൽ റിക്വയർമെൻറ്റ്. ബിക്കോസ് എപ്പോഴും അണ്ടർ സ്റ്റോറേജ് കണ്ടീഷൻസിലാണെങ്കിൽ തെർമൽ കണ്ടീഷൻസ് ചിലപ്പോൾ മാറിയെന്ന് വരാം, അല്ലെങ്കിൽ പല ഡസ്റ്റ് പിടിച്ചെന്ന് വരാം. അപ്പോഴൊക്കെ എന്താണ്, ദെയർ മേ ബി സം ഡിഫെക്ട്സ്, ഓക്കെ, ദാറ്റ് കനോട്ട് ബി മെഷേർഡ് പ്രോപ്പർലി. അപ്പോൾ അതിന് കാലിബ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. What is the process of calibration? Calibration is achieving by comparing the measuring instrument with the following: a primary standard. So നമ്മൾ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിനെ ഒരു പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യുക, ആൻഡ് എ നോൺ സോഴ്സ് ഓഫ് ഇൻപുട്ട് ആൻഡ് എ സെക്കൻഡറി സ്റ്റാൻഡേർഡ് ദാറ്റ് പൊസസ്സസ് എ ഹയർ ആക്യുറസി ദാൻ ദ ഇൻസ്ട്രുമെൻറ്റ് ടു ബി കാലിബ്രേറ്റഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ 3 പ്രോസസ്സാണ് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റാവുന്ന, കാലിബ്രേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോൺ ഇൻപുട്ട് വെച്ച് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ്, ഓക്കെ, ഹയർ ആക്യുറസി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യുക. So during calibration, the dimensions and tolerance of the gauge or accuracy of the measuring instrument is checked by comparing it with a standard instrument or gauge of known accuracy. If deviations are detected, suitable adjustments are made in the instrument to ensure an acceptable level of accuracy. The limiting factor of the calibration process is repeatability. Then the conditions that exist during calibration of the measurement should be similar to the conditions under which actual measurements are made. So actual measurements make ചെയ്യുന്ന അതേ കണ്ടീഷൻസിലായിരിക്കും കാലിബ്രേഷനും നടത്തേണ്ടത്. Then the standard that is used for calibration purpose should normally be one order of magnitude more accurate than the instrument to be calibrated. So this ends the class for today. I'll continue the same metrology in the next class.